ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 41ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ വീട്ടിലിരുന്നു കൊണ്ടാണ്. എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് കരുതി. എഡിറ്റിംഗ് എല്ലാം ട്രെയിനിൽ വെച്ച് ചെയ്യാമെന്ന് കരുതുന്നു. അവിടെ ചെന്നതിന് ശേഷം വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് മാക്സിമം വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് കരുതി. പറഞ്ഞ് ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്ത് നമ്മൾ കണ്ടത് ആ അറവുകാരനും കുടിയനും ലൈറ്റ് ഹാളിൻ്റെ ആ കോൺഫറൻസിലേക്ക് പോകാൻ ഒരുങ്ങുന്നതാണ്. എന്നാൽ അവരെ ഫസ്റ്റ് ബ്രദറും ഷിയോഷുവും തടഞ്ഞു. കുടിയൻ അപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെവൻലി ഗോഡിൻ്റെ മകൾ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ഫസ്റ്റ് ബ്രദറിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റ് ബ്രദറിൻ്റെ പേര് വിളിച്ചുകൊണ്ടാണ് കുടിയൻ അവനോട് സംസാരിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, പക്ഷേ എൻ്റെ സഹോദരങ്ങളെ എന്തെങ്കിലും ചെയ്താൽ അത് പ്രശ്നമാണ്. ചിരിച്ചുകൊണ്ട് ആ കുടിയൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ ആദ്യം നിന്നെ കൊല്ലാമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പോട്ട് ഫസ്റ്റ് ബ്രദറിൻ്റെ നേരെ എറിയുന്നു. എന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഫസ്റ്റ് ബ്രദർ ആ കുടിയൻ്റെ നേരെ അത് എറിയുന്നു. ആ കുടിയനും അത് തടയുന്നുണ്ട്. അവനും നല്ലൊരു പോരാളിയാണെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ അവർ തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഫൈറ്റാണ്. ആ ഒരു ഫൈറ്റിൽ നിന്നാണ് എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായത്, ഇവർ ടെമ്പിൾ മാസ്റ്ററിൻ്റെ അത്രയും പവർഫുൾ അല്ല. എങ്കിലും ഫസ്റ്റ് ബ്രദറിനേക്കാളും ഒരുപാട് പവർഫുൾ ആണെന്ന് ഫൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാകും. കാരണം ഒരുപാട് ആഘാതമാണ് ഫസ്റ്റ് ബ്രദറിനെ അവർ ഏൽപ്പിക്കുന്നത്. നല്ല രീതിയിലുള്ള ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഡാമേജ് കിട്ടി ഫസ്റ്റ് ബ്രദർ ഒരു പ്രാവശ്യം ചോര തുപ്പുന്നുണ്ട്. അറവുകാരൻ വാഗത്തി എറിയുന്ന സമയത്ത് അത് പിടിച്ചുകൊണ്ട് ഫസ്റ്റ് ബ്രദർ തിരിച്ച് അവൻ്റെ നേരെ തന്നെ എറിഞ്ഞു. അതിനുശേഷം അവസാനം ഫസ്റ്റ് ബ്രദറും കുടിയനും ഒരുമിച്ചിടിക്കുമ്പോൾ രണ്ടു പേർക്കും ഇടി കിട്ടുന്നു. രണ്ടുപേരും പരസ്പരം നെഞ്ചിലാണ് ഇടിക്കുന്നത്. അതിൽ ഫസ്റ്റ് ബ്രദറിന് നന്നായിട്ട് ആഘാതം കിട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ കുടിയൻ പറയുകയാണ്, നീ വളരെ വീക്കാണ്. എന്നാൽ അപ്പോഴേക്കും ആ കുടിയനും ചുമച്ചു പോകുന്നു. അത് കണ്ട് അറവുകാരനും കുടിയൻ്റെ അടുത്തേക്ക് വരുന്നു. ഉടനെ തന്നെ ഷിയോഷുവും അങ്ങോട്ട് വരികയാണ്. അറവുകാരൻ പറയുകയാണ്, നീ അപ്പോൾ അക്കാദമിയുടെ കൂടെയാണല്ലേ? ഷിയോഷു പറയുകയാണ്, അതെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ട്രാപ്പ് ഒരുക്കിയിരിക്കുകയാണ്. പുച്ഛത്തോടെ അറവുകാരൻ അപ്പോൾ പറയുകയാണ്, ഫൈറ്റിംഗ് ലെവലിൽ താഴെയുള്ള നീ എന്ത് ചെയ്യാൻ പോകുന്നു? അത് സ്വപ്നങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഷിയോഷു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് അതിന് പറ്റിയ ഒരു അവസരം മാത്രമാണ്. അത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ അറവുകാരൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വാക്കത്തി ഷിയോഷുവിൻ്റെ നേരെ എറിയുന്നു. എന്നാൽ പാഞ്ഞു ചെന്ന് ഫസ്റ്റ് ബ്രദർ ആ വാക്കത്തി എടുക്കുന്നു. ശേഷം മറ്റൊരു സ്ഥലത്ത് പോയി ചാടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ അറവുകാരൻ പാഞ്ഞു ചെന്ന് ഷിയോഷുവിനെ ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു അവസരത്തിന് വേണ്ടി തന്നെയായിരുന്നു ഷിയോഷുവും കാത്തിരുന്നത്. അറവുകാരൻ്റെ ശക്തി കൂടി അതിൽ പ്രയോഗിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വാള് മുഴുവനും ഷിയോഷു പൊട്ടിത്തെറിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വാളുകൾ വളരെ പവർഫുൾ ആയിരുന്നു. ആ വാളുകൾ നല്ല ആഘാതം തന്നെയാണ് ആ അറവുകാരനും കുടിയനും ഏൽപ്പിച്ചത്. ആ ഒരു ശക്തി മൂലം അവർ തെറിച്ചു പോയി വീണ് ചോര തുപ്പുന്നു. അറവുകാരൻ പറയുകയാണ്, നിന്റെ ശരീരത്തിനുള്ളിൽ വാൾ ഒളിപ്പിച്ചു വെച്ചു അല്ലേ? ഷിയോഷു പറയുകയാണ്, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ട്രാപ്പ്. റൈറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഷിയോഷു തുടർന്ന് ചോദിക്കുകയാണ്, ഇനിയും എത്ര വാളുകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന് കാണണോ? അപ്പോഴേക്കും ആ അറവുകാരനും മരിച്ചു വീഴുകയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് മരിക്കുകയാണ്. ഫസ്റ്റ് ബ്രദർ ആകട്ടെ അതിനുശേഷം ഓടി ചെന്ന് ഷിയോഷുവിനെ പിടിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും വീണു പോകുന്ന ഷിയോഷു മരിച്ചും പോവുകയാണ്. ഒരുപാട് വിഷമത്തോടെ ഫസ്റ്റ് ബ്രദർ ഉച്ചത്തിൽ അലറുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകളാകട്ടെ ഇതേ സമയം പറയുകയാണ്, ആ രണ്ട് ഉറുമ്പുകളും യൂസ്ലെസ് ആയി. ഷീലിങ്ങിൻ്റെ അധികാരിയാകട്ടെ നിങ്കയെ ആക്രമിക്കാൻ ആളുകളെ വിടുന്നു. ശേഷം നിങ്കയും അവരുമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഫൈറ്റാണ്. നല്ല രീതിയിൽ തന്നെ നിങ്ക അവരെ എല്ലാവരെയും ആക്രമിച്ച് വീഴ്ത്തുന്നു. അതിനുശേഷം ഷീലിങ്ങിൻ്റെ അധികാരിയെ തന്നെ നേരിടുന്നുണ്ട്. ഷീലിങ്ങിൻ്റെ അധികാരിയുടെ ഒരു അറ്റാക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ക തെറിച്ചു പോകുന്നുണ്ട്, എങ്കിലും വീഴുന്നില്ല. ശേഷം വീണ്ടും ഷീലിങ്ങിലുള്ള മറ്റുള്ളവരെ നല്ല രീതിയിൽ ആക്രമിക്കുന്നു. സപ്പോർട്ട് എന്ന പോലെ ലോങ്കി രാജകുമാരനും ഷീലിങ്ങിലുള്ളവരെ ആക്രമിക്കുന്നുണ്ട്. നിങ്ക ഷീലിങ്ങിലുള്ള എല്ലാവരെയും അങ്ങനെ ആക്രമിച്ച് വീഴ്ത്തിയത് കണ്ടു കഴിഞ്ഞപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരിക്ക് ശരിക്കും ദേഷ്യമായി. അവൻ്റെ സ്റ്റിക്ക് കൊണ്ട് നിങ്കയെ ആക്രമിക്കാൻ പാഞ്ഞു ചെല്ലുന്നു. അത് കണ്ട് നിങ്കയുടെ രക്ഷയ്ക്ക് യേഹോങ്യു എത്തുന്നു. അവളുടെ ശക്തി ഉപയോഗിച്ച് ഷീലിങ്ങിൻ്റെ അധികാരിയെ യേഹോങ്യു തടയുന്നു. അതിനുശേഷം എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് കാരണമായിട്ട് യേഹോങ്യു പറയുന്നത് നിങ്കയുടെ ജീവൻ അവന് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ്. അതായത് നിങ്കയെ അവൾക്ക് കൊല്ലണമെന്ന്. ഇതേ സമയം തന്നെ ലോങ്കി രാജകുമാരനാകട്ടെ താൻ നേരിട്ടുകൊണ്ടിരുന്ന ആ ദുഷ്ടനായിട്ടുള്ള കമാൻഡറിനെയും ആക്രമിച്ച് വീഴ്ത്തിയിരുന്നു. നിങ്കയും അത് തന്നെയാണ് പറയുന്നത്, മറ്റുള്ളവരുടെ കരങ്ങൾ കൊണ്ട് മരിക്കുന്നതിലും ഭേദം യേഹോങ്യുവിൻ്റെ കരങ്ങൾ കൊണ്ട് മരിക്കുന്നതാണെന്നാണ്. ഷീലിങ്ങിൻ്റെ അധികാരി ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും തന്നെ നടക്കില്ല. ഇതെല്ലാം തന്നെ ഹെവൻലി ഗോഡ് കാണുന്നുണ്ട്. ശേഷം പ്രകാശത്തോടെന്ന പോലെ ഷീലിങ്ങിൻ്റെ അധികാരി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആകാശം മുട്ടുവോളം വലിയൊരു പ്രകാശം തന്നെ ഹെവൻലി ഗോഡിൻ്റെ മകളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുകയാണ്. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്.
ഷീലിംഗിന്റെ അധികാരി ഹെവൻലി ഗോഡിന്റെ മകളോട് എന്ന പോലെ അത് കണ്ടിട്ട് പറയുകയാണ്, എനിക്ക് ഗോഡ് ഇൻസ്പയറിംഗ് പവർ തന്നതിന് നന്ദി പറയുന്നു. നിങ്കി ആകട്ടെ ഇതേ സമയം അവന്റെ വാള് നിലത്തിട്ട് മുന്നോട്ട് നടക്കുകയാണ്. സാങ്സാങ്ങിനോടെന്ന പോലെ അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ശക്തി നിന്നിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാം. ഉടനെ തന്നെ ആ പ്രകാശം നിങ്കയുടെ മേൽ പതിക്കുന്നു. ഷീലിംഗിന്റെ അധികാരി അത് കണ്ടു ഒന്ന് ഞെട്ടുന്നുണ്ട്. പി ആകട്ടെ അത് കണ്ട് പുച്ഛത്തോടെ ഷീലിംഗിന്റെ അധികാരിയോട് പറയുകയാണ്, നീ ഒരുപാട് ആഗ്രഹിച്ച ബ്രില്യൻസ് ഓഫ് ലൈറ്റ് ഇപ്പോൾ എൻ്റെ സഹോദരന് കിട്ടിയിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് നീ ഇതിൽ വിജയിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. നിങ്കി ആകട്ടെ അതിനുശേഷം മുകളിലേക്ക് ഉയർന്നുകൊണ്ട് അവൻ്റെ എല്ലാ ശക്തിയും ഷീലിംഗിന്റെ അധികാരിയുടെ നേരെ പ്രയോഗിക്കുന്നു. ഷീലിംഗിന്റെ അധികാരിയെ ഇതേ സമയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദുഷ്ടനായിട്ടുള്ള കമാൻഡർ അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു ശക്തിയാൽ അവർ രണ്ടുപേരും തെറിച്ചുപോയി വീഴുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കും ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും. അതിനുള്ള ഉത്തരം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഹെവൻലി ഗോഡിന്റെ മകൾ അവൾക്കെതിരായിട്ട് തന്നെ പ്രവർത്തിക്കില്ലല്ലോ. ഹെവൻലി ഗോഡിന്റെ മകൾ ഇതേ സമയം ഇങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാം, നിന്റെ നെയ്റ്റൽ ഒബ്ജക്റ്റ് സാങ്സാങ് ആണ്. ആ ഒരു നെയ്റ്റൽ കണക്ഷൻ ഉപയോഗിച്ച് നീ എൻ്റെ ശക്തി ഉപയോഗിക്കുകയാണോ എന്ന് ഇതേ സമയം ഹെവൻലി ഗോഡിന്റെ മകൾ ചോദിക്കുന്നതായി നമുക്ക് കാണാം. അതിനുശേഷം അവളുടെ ആ ശക്തി അവൾ പിൻവലിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്കയ്ക്കും ശക്തി പോയതുപോലെ തോന്നുന്നു. സാങ്സാങ് ആട്ടെ അത് കണ്ട് പാഞ്ഞു ചെന്ന് ഹെവൻലി ഗോഡിന്റെ മകളുടെ മനസ്സ് തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചതാണ്, അവനെ ജീവിക്കാൻ അനുവദിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹെവൻലി ഗോഡിന്റെ മകളുടെ മനസ്സ് തിരിക്കാൻ നോക്കുന്നു. എന്നാൽ ഹെവൻലി ഗോഡിന്റെ മകൾ സാങ്സാങ്ങിനെ അവളുടെ ഉള്ളിലേക്ക് തന്നെ എടുക്കുന്നു. നിങ്കയ്ക്കാകട്ടെ ഇതേ സമയം ഒരുപാട് സന്തോഷമായി. ലോങ്കി രാജകുമാരന്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ പറയുകയാണ്, ഇന്നേ ദിവസം നമ്മൾ ഒരേ ടീമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ലോങ്കി രാജകുമാരൻ അപ്പോൾ പറയുകയാണ്, ഞാനിത് ചെയ്തത് ടെമ്പിൾ മാസ്റ്ററിന് വേണ്ടിയാണ്, നിങ്ങൾക്കാർക്കും വേണ്ടിയല്ല. നിങ്കി അപ്പോൾ അതിനുശേഷം യേഹോങ്ങിനോട് പറയുകയാണ്, നീ ഉടനെ തന്നെ ഷീലിംഗ് വിട്ടു പോകണം. എന്നാൽ യേഹോങ്ങി പറയുകയാണ്, നീ എൻ്റെ താവോ മൈൻഡിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്കി അപ്പോൾ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നീ ഈ ഒരു സത്യം കൂടി അറിഞ്ഞോളൂ. നീ എപ്പോഴും അറിയണമെന്ന ആ സത്യം ഇന്ന് നീ അറിയാൻ പോവുകയാണ്. നീ അന്വേഷിച്ച് നടന്ന ആ വ്യക്തി ഷീലിംഗിന്റെ അധികാരി തന്നെയാണ്. അതായത് അവൾ അന്വേഷിച്ച് നടന്നിരുന്നു അവളെ റേപ്പ് ചെയ്തത് ആരാണെന്ന്. അത് ഷീലിംഗിന്റെ അധികാരിയാണെന്ന് നിങ്കി ഇതേ സമയം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്കയ്ക്ക് അത് ആരാണെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും അവളോട് അവനത് പറയാതിരുന്നതാണ്. അത് കേട്ടപ്പോൾ യഹോവിന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹെവൻലി ഗോഡിന്റെ മകളുടെ അടുത്ത് പ്രതീക്ഷിക്കാതെ ലൂബായ് അവളെ ആക്രമിക്കുകയാണ്. നീ എന്താണ് ഇവിടെ എന്ന് ഹെവൻലി ഗോഡിന്റെ മകൾ ചോദിക്കുമ്പോൾ ലൂബായ് പറയുകയാണ്, ഫൂസി കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടി. ഹെവൻലി ഗോഡിന്റെ മകൾ ചോദിക്കുകയാണ്, നിനക്ക് പേടിയില്ലേ? ലൂബായ് പറയുകയാണ്, ഒരിക്കലുമില്ല, എനിക്ക് ഖേദം മാത്രമേ ഉള്ളൂ 1000 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കാതിരുന്നതിൽ, അങ്കിൾ കേഹാരോൺ അടക്കമുള്ള ഒരുപാട് മഹാന്മാരുടെ ഒപ്പം ജീവിക്കാതിരുന്നതിൽ, ഹെവൻലി ഗോഡിനെതിരെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നതിൽ. അതും പറഞ്ഞുകൊണ്ട് അവന്റെ വാൾ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹെവൻലി ഗോഡിന്റെ ശക്തി അതിനെ തടുക്കുന്നുണ്ട്. അവന്റെ വാള് പൊടിഞ്ഞാണ് പോകുന്നത്. എങ്കിലും പതുക്കെ പതുക്കെ ഹെവൻലി ഗോഡിന്റെ ആ ഷീൽഡ് ഹെവൻലി ഗോഡിന്റെ തന്നെ അടുത്തേക്ക് വരുന്നുണ്ട്. അത്രമാത്രം പവർഫുൾ ആണ് ലൂബായ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണത്. എങ്കിലും ആ ഷീൽഡ് ഹെവൻലി ഗോഡിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും ആ വാള് എല്ലാം തന്നെ പൊടിഞ്ഞ് ഇല്ലാതായിരുന്നു. ലൂബായ് ആകട്ടെ ഒരുപാട് വയസ്സുമായി. ഒരു ആയുസിന്റെ ശക്തി മുഴുവനും അവൻ പ്രയോഗിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയായിരിക്കും അവന് വയസ്സായതുപോലെ കാണിക്കുന്നത്. ഹെവൻലി ഗോഡിന്റെ മകളാകട്ടെ ഇതേ സമയം അവൻ തോറ്റു എന്ന് പറയുന്നു. എന്നാൽ ലൂബായ് പറയുകയാണ്, ഇല്ല, നീയാണ് തോറ്റത്. ശേഷം പതുക്കെ ആ ഷീൽഡിന്റെ ഉള്ളിലൂടെ കൈയിട്ട് ഹെവൻലി ഗോഡിന്റെ മകളുടെ നെറ്റിയിൽ തൊടുകയാണ് ലൂബായ്. അത് കണ്ട് ദേഷ്യത്തോടെ ഹെവൻലി ഗോഡിന്റെ മകൾ അവളുടെ ശക്തി മുഴുവനും പ്രയോഗിക്കുന്നു. ആ ഒരു ശക്തിയാൽ പൊടിഞ്ഞ് ഇല്ലാതാകുകയാണ് ലൂബായ്. ശേഷം ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, ഞാൻ തോറ്റുവെന്ന്. നോൺസെൻസ്, ആർക്കും അവരുടെ വിധിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഞാനാണ് അവരുടെ വിധി. അത് നിങ്കയും മറ്റുള്ളവരും കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ക പറയുകയാണ്, വിധിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നവരാണ് അക്കാദമിയിലുള്ളവർ. നീ എന്നെ കാണാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എൻ്റെ നെയ്റ്റൽ ഒബ്ജക്റ്റ് നീയാണ്. അപ്പോൾ ദേഷ്യത്തോടെ ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ്, ആരുടെയൊക്കെ ജീവൻ വെച്ചാണ് നീ ഇപ്പോൾ ബെറ്റ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? ഇന്ന് നിനക്ക് പ്രിയപ്പെട്ട എല്ലാം തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കാൻ പോവുകയാണ്. നിങ്ക പറയുകയാണ്, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും എൻ്റെ വിധിക്കെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യും. എൻ്റെ മരണം കൊണ്ട് ഈ ലോകത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. അപ്പോൾ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹെവൻലി ഗോഡിന്റെ മകൾ പിയെ അവളുടെ ശക്തി ഉപയോഗിച്ച് ആക്രമിക്കുകയാണ്. ആ ഒരു ശക്തിയാൽ പിക്ക് ശരിക്കും വേദന അനുഭവപ്പെടുന്നുണ്ട്. അവന്റെ വസ്ത്രമെല്ലാം കത്തിക്കരിയാൻ തുടങ്ങുന്നു. ഷിയോതാങ്ങും നിങ്കയും അപ്പോൾ പി എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു. കൂടെ യേഹോങ്യും ലോങ്കിൻ രാജകുമാരനുമുണ്ട്.
എന്നാൽ അടുത്തെത്തും മുമ്പേ ഹെവൻലി ഗോഡിൻ്റെ ശക്തി അവരെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അതുമൂലം അവർക്ക് നല്ല ഡാമേജ് തന്നെ ഏൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് വീണ്ടും അവർക്ക് വരാൻ സാധിക്കുന്നില്ല. പി എന്ന് ഉച്ചത്തിൽ അലറിക്കൊണ്ട് നെങ്കയും ഷിയോതാങ്ങും ഒക്കെ കരയുന്നു. അപ്പോഴേക്കും അവിടെ ചന്ദ്രൻ പ്രത്യക്ഷമായി ചെറിയ മഴയുണ്ടാവുകയും ഹെവൻലി ഗോഡിൻ്റെ ശക്തിയാലുണ്ടായ പ്രകാശം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് നല്ല മഴ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് കണ്ട് എല്ലാവർക്കും അത്ഭുതമാകുന്നു. ഹെവൻലി ഗോഡിന്റെ മകൾ ദേഷ്യത്തോടെ പറയുകയാണ്, വീണ്ടും ആ ചന്ദ്രൻ പ്രത്യക്ഷമായോ? നിങ്കയും ഷിയോതാങ്ങും പിയും എല്ലാം ഫൂസിയോട് എന്ന പോലെ നന്ദി സൂചകമായി കൈ നീട്ടുന്നു. ഫൂസിക്ക് നന്ദി പറഞ്ഞ് ഹെവൻലി ഗോഡിന്റെ മകളോട് എന്ന പോലെ പറയുകയാണ്, നീ കണ്ടില്ലേ, നീ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ശേഷം യേഹോങ്യുവിനോട് പിയെ നോക്കിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് നിങ്കെ എങ്ങോട്ടോ ഓടുന്നു. ഷിയോതാങ് ആകട്ടെ ഓടിച്ചെന്ന് പിയെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം സത്യം അറിഞ്ഞ യേഹോങ്യു ദേഷ്യത്തോടെ ഷീലിങ്ങിന്റെ അധികാരിയെ കൊല്ലാൻ വരുന്നുണ്ട്. എന്നാൽ അവശനായി കിടക്കുന്നത് കൊണ്ട് തന്നെ അവനെ ഇപ്പോൾ കൊല്ലുന്നില്ല. ഫൈറ്റ് ചെയ്ത് തന്നെ അവനെ കൊല്ലണം. അങ്ങനെയാണ് നല്ല പോരാളികൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ദേഷ്യമുണ്ടായിട്ടും അവനെ ഇപ്പോൾ കൊല്ലാതിരിക്കുന്നത്. പിന്നെ നിങ്കയുടെ ശബ്ദം ഇങ്ങനെ പറയുന്നതായി കേൾക്കുന്നു. അക്കാദമിയുടെ പ്ലാൻ അതായിരുന്നു, അറവുകാരനെയും കുടിയനെയും തടയുക. ഷിയോഷുവിലൂടെ അത് സാധ്യമായി. ഇനി അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് കടക്കുന്നത്. സാങ്സാങ്ങിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുക, അല്ല ഹെവൻലി ഗോഡിന്റെ മകളെ ഈ ഭൂമിയിൽ തന്നെ പിടിച്ചു നിർത്തുക. അതിനുശേഷം ഷീലിങ്ങിന്റെ അകത്തേക്ക് കയറിയിരിക്കുന്ന നിങ്കയെ കാണിക്കുന്നു. നിങ്കയുടെ അടുത്തേക്ക് സാങ്സാങ് യങ് മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട്. ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. നിങ്കയാകട്ടെ അവളെ ഒരുപാട് ശകാരിക്കുകയാണ്. അവളെ കാണുന്നില്ലെങ്കിലും അവളോടെന്ന പോലെ അവളെ ഒരുപാട് ശകാരിക്കുകയാണ്. അവൾ ചെയ്ത പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ടാണ് അവളെ അങ്ങനെ ശകാരിക്കുന്നത്. സാങ്സാങ് ഇതേ സമയം യങ് മാസ്റ്റർ എന്ന് വിളിച്ച് തന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടും നിങ്കയ്ക്ക് അവളെ കാണാൻ സാധിക്കുന്നില്ല. അതിനുശേഷം നിങ്കെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തുകൊണ്ട് അവളെ ശകാരിക്കുന്ന പോലെ പറയുകയാണ്, നീ അതെല്ലാം മറന്നുവല്ലേ? അതെല്ലാം കേട്ട് കരഞ്ഞു പോവുകയാണ് സാങ്സാങ്. അതിനുശേഷം അവസാനമായിട്ട് പറയുകയാണ്, ശരി, എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ, നമുക്ക് പിരിയാം. നിനക്ക് അർഹതപ്പെട്ടത് നിനക്ക് തന്നെ തരാം, നിന്റെ പ്രോപ്പർട്ടി നിനക്ക് തന്നെ തരാം. അതിനുശേഷം അവരുടെ കയ്യിലുള്ള സ്വത്തുക്കളെല്ലാം ഭാഗം വെക്കുന്നത് പോലെ നിങ്കെ സംസാരിക്കുന്നതായി കേൾക്കാം. അതെല്ലാം കേട്ട് കരയുന്ന സാങ്സാങ്ങിനെയും നമുക്ക് കാണാം. സാങ്സാങ് ഇതേ സമയം ഓടി വന്ന് കരഞ്ഞു പറയുന്നുണ്ട്, നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന്. അതിനുശേഷം നിങ്കയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ പിരിയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല, നീ ഇപ്പോൾ ജീവനോടെ തന്നെ ഉണ്ടല്ലോ. ശേഷം അവൻ്റെ കുതിരയും അംബ്രല്ലയും ഒക്കെ അവന് വേണമെന്ന് നിങ്ക പറയുന്നു. എന്നാൽ അവസാനം കരഞ്ഞുകൊണ്ട് നിങ്ക പറയുന്നുണ്ട്, നീ ഇതെല്ലാം മറന്നു എന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് നിന്നെ വേണം. എന്നാൽ കരഞ്ഞുകൊണ്ട് സാങ്സാങ് പറയുകയാണ്, ഞാൻ അതൊന്നും മറന്നിട്ടില്ല, ഞാൻ ഇതെല്ലാം ഇവിടെ നിന്ന് കണ്ട് കാണുന്നുണ്ട്. നിങ്കെ തുടർന്ന് പറയുകയാണ്, നിനക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ആ കുടിയനെ വിട്ട് എന്നെ ഇവിടെ വരുത്തിക്കില്ലായിരുന്നല്ലോ. എനിക്കറിയാം, നീ ഇവിടെ തന്നെ ആയിരുന്നത് പിയെ കൊല്ലുന്നതിന് വേണ്ടിയാണ്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എൻ്റെ ജീവൻ അവൻ ഒരിക്കൽ രക്ഷിച്ചതാണ്, അവനൊന്നും ചെയ്യരുതെന്ന്. കരഞ്ഞുകൊണ്ട് താൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സാങ്സാങ് അപ്പോൾ പറയുന്നുണ്ട്. എന്നാൽ നിങ്കെ അതൊന്നും കേൾക്കുന്നില്ല. നിങ്കയാട്ടെ അതിനുശേഷം തുടർന്ന് പറയുകയാണ്, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ്. നീ എൻ്റെ സെൻസുകൾ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിന്നെ എനിക്ക് കാണാൻ സാധിക്കാത്തത്. സാങ്സാഗാകട്ടെ കരഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. നിങ്ക അവളുടെ ഉള്ളിലൂടെയൊക്കെ കടന്ന് അവിടുന്ന് പോകുന്നുണ്ട്. അവളാകട്ടെ യങ് മാസ്റ്റർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കരയുന്നു. അതിനുശേഷം അവിടുന്ന് പോയ നിങ്ക യഥാർത്ഥത്തിൽ ഹെവൻലി ഗോഡിന്റെ മകളുള്ള സ്ഥലത്തേക്ക് വരുന്നു. അവളെ കണ്ടു കഴിയുമ്പോൾ നിങ്ക പറയുകയാണ്, നീ ശരിക്കും മാറിയിരിക്കുന്നു, നിന്റെ സ്കിന്ന് ഡാർക്കാണ്. എത്രയൊക്കെ നീ അത് മറച്ചു വെച്ചാലും അത് ഡാർക്ക് തന്നെ ആയിരിക്കും. കാരണം ഒരേ സമയം നീ ഡോട്ടർ ഓഫ് ഹെയ്ഡ് കൂടിയാണ്. എൻ്റെ കൂടെ ആയിരിക്കാൻ വിധിക്കപ്പെട്ടവളാണ് നീ. എന്നാൽ താൻ സാങ്സാങ് അല്ല ഹെവൻലി ഗോഡിന്റെ മകളാണെന്ന് പറഞ്ഞിട്ടും നിങ്ക വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അവൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ നിങ്ക പറയുന്നു. അതിനുശേഷം പഴയ കുറേ ഓർമ്മകളൊക്കെ നിങ്ക പറയുന്നു. നിങ്ക അവളെ രക്ഷിച്ചതും അവൾ നിങ്കയെ രക്ഷിച്ചതുമൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതിനുശേഷം അവസാനമായിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ക പറയുകയാണ്, ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിനുള്ള കാരണം തന്നെ നീയാണ്. അത് കേട്ടുകൊണ്ട് സാങ്സാങ്ങും അങ്ങോട്ട് വരുന്നതായി കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ക അവളെ തൊടാൻ വരുന്നു. എന്നാൽ അടുത്തെത്തുമ്പോഴേക്കും ഇലക്ട്രിക് ഷോക്ക് പോലെ ഒരു ശക്തി അവനെ തെറിപ്പിക്കുകയാണ്. നിങ്ക പറയുകയാണ്, ശരിയാണ്, മോർട്ടലായിട്ടുള്ള മനുഷ്യന് നിന്നെ തൊടാൻ സാധിക്കില്ലല്ലോ. നീ ഒരുപാട് മാറിയിട്ടുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ നീ മറന്നിട്ടുണ്ടാകും. മനുഷ്യജീവിതം വളരെ ഷോർട്ടാണ്, ഒരു ദിവസം അത് നിൽക്കും. ഈ ഒരു ചെറിയ ജീവിതത്തിൽ മനുഷ്യരെ നയിക്കുന്നത് അവൻ്റെ ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസ് എല്ലാം നമ്മുടെ ഓർമ്മകളിലാണ് ഉള്ളത്. അത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയല്ല, പക്ഷേ നമ്മൾ തമ്മിൽ ഒരുപാട് ഓർമ്മകളുണ്ട്.
അതുകൊണ്ട് നിനക്ക് എന്നെ വിട്ടു പോകാൻ സാധിക്കില്ല. അതേപോലെ തന്നെ എനിക്ക് നിന്നെയും. നീ എൻ്റെ ജീവനാണ്. അതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ് സാങ്സങ് മരിച്ചു. നിൻകെ പറയുകയാണ് ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. പക്ഷേ അവളുടെ ഓർമ്മകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും പ്രൂവ് ചെയ്യുന്നത് അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നത് തന്നെയാണ്. അവൾ ഇവിടെ തന്നെ ഉണ്ട് എന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. സാങ്സങ് അപ്പോൾ ഓടി വന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ് ശരിയാണ്, അവൾ ഇവിടെ തന്നെയുണ്ട്. കാരണം നീ കാരണമാണ് അവൾ ഇവിടെ ലോക്കായത്. അല്ലെങ്കിൽ സമാധാനത്തോടെ അവൾ സ്വർഗത്തിലേക്ക് പോയാനേ. സാങ്സങ് അതെല്ലാം കേട്ട് അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ് സാങ്സങ്ങുമായിട്ടുള്ള ഈ കണക്ഷൻ വിച്ഛേദിക്കപ്പെടണം. അപ്പോൾ ദേഷ്യത്തോടെ നിക്ക് പറയുകയാണ് ഒരിക്കലുമില്ല, അതിനുവേണ്ടി ഞാൻ മരിക്കാൻ തന്നെ തയ്യാറാണ്. സാങ്സങ്ങും പറയുന്നുണ്ട് എൻ്റെ യങ് മാസ്റ്റർ അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന്. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ പറയുകയാണ് ഞാൻ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് ഇറ്റേണൽ ലൈഫ് കിട്ടും. നിനക്ക് അപ്പോൾ സ്നേഹമില്ലാതെ അതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ സാങ്സങ്ങും ഹെവൻലി ഗോഡിൻ്റെ മകളോട് കൂടെ പോകാൻ പറയുന്നുണ്ട്. എന്നാൽ സാങ്സങ്ങുമായിട്ടുള്ള അവൻ്റെ ആ കണക്ഷൻ വിച്ഛേദിക്കുമെന്ന് തന്നെ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുമ്പോൾ നിക്ക് പറയുകയാണ് അതൊരിക്കലും നടക്കില്ല. ഇത്രയൊക്കെ നീ എന്നോട് നെഗോസിയേഷൻ നടത്തണമെങ്കിൽ അതിനർത്ഥം നീ എന്നെ ഭയക്കുന്നുണ്ടല്ലേ. ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ് ഇല്ല, നിന്റെ ആ ഓർമ്മകളെയാണ് ഞാൻ വെറുക്കുന്നത്. നീ എന്നെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കും. അത് ഒരിക്കലും നടക്കില്ല എന്ന് നിക്ക് പറയുന്നു. ശേഷം നിക്ക് പഴയ ഓർമ്മകളെക്കുറിച്ചൊക്കെ പറയുകയാണ്. പണ്ട് മുതലേ എനിക്ക് നിന്നോട് റെസ്പെക്റ്റ് അല്ല ലവും കെയറിങ്ങുമാണ്. ലോക്കിൻ രാജകുമാരൻ നിന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവനോട് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയാവുന്നതല്ലേ. ആ വാക്കുകൾ അപ്പോൾ സാങ്സങ്ങും പറയുന്നതായി കേൾക്കാം. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ് ഞാൻ കേട്ടിട്ടുള്ളത് മരണത്തെ നീ ഭയക്കുന്നു എന്നാണ്. എന്നാൽ നിക്ക് പറയുകയാണ് അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. അതിലും കൂടുതലായിട്ട് ഞാൻ ഭയക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പും ആ സ്നേഹവുമാണ്. അതുകൂടാതെ നീ എന്നെ ഒരിക്കലും കൊല്ലില്ല എന്ന് എനിക്കറിയാം. ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ് എന്തുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലില്ല. നിക്ക് പറയുകയാണ് നീയാണ് എൻ്റെ നേറ്റൽ ഓബ്ജക്റ്റ്. ഞാൻ മരിച്ചാൽ നീ മരിച്ചതുപോലെ തന്നെയാണ്. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ പറയുകയാണ് ഇല്ല, ഒരിക്കലും ഞാൻ മരിക്കില്ല. നിക്ക് പറയുകയാണ് ശരിയായിരിക്കാം, ഓർമ്മകൾ നിനക്ക് മായ്ച്ചു കളയാൻ സാധിക്കാം. പക്ഷേ പിന്നീട് ഒരിക്കലും നിനക്ക് പഴയ ഹെവൻലി മെയ്ഡ് ആകാൻ സാധിക്കില്ല. ഹെവനിലേക്ക് നിനക്ക് തിരികെ പോകാനാകില്ല. നിനക്കിപ്പോൾ മനുഷ്യരുടെ ചുവ തന്നെയാണ്. കാരണം ലിവിങ് ക്രിയേച്ചേഴ്സിനെ മരിക്കാൻ ഭയമാണ്. നീ എന്നെ കൊല്ലാനും ഭയക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ നിക്കയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നമുക്ക് ഇറ്റേണൽ ലൈഫ് ഷെയർ ചെയ്ത് ജീവിച്ചൂടാ. നിക്ക് പറയുകയാണ് എനിക്ക് അതല്ല വേണ്ടതെങ്കിലോ, നമുക്ക് ഇവിടെ രണ്ട് വ്യക്തികളായിട്ട് ജീവിക്കാം. എൻ്റെ വീട്ടിലേക്ക് വായെന്ന് പറഞ്ഞ് അവളുടെ കൈക്ക് പിടിച്ച് നിക്ക് അതിനുശേഷം അവിടുന്ന് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ 2 സ്റ്റെപ്പേ മുന്നോട്ട് വെച്ചുള്ളൂ. അവളുടെ ശക്തി ഉപയോഗിച്ച് നിക്കയെ ഹെവൻലി ഗോഡിൻ്റെ മകൾ തെറിപ്പിച്ചു വീഴ്ത്തുന്നു. സാങ്സങ് അപ്പോൾ യങ് മാസ്റ്റർ എന്ന് വിളിച്ച് ഓടി ചെല്ലുന്നുണ്ട്. ചോര തുപ്പി വീണ് കിടക്കുന്ന നിക്കയോട് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ് എല്ലാ മനുഷ്യരും എനിക്ക് കീഴടങ്ങണം. എന്നാൽ ഒരു വിധത്തിൽ എഴുന്നേറ്റ് നിക്ക് പറയുകയാണ് ഒരിക്കലും അത് നടക്കില്ല. കാരണം നീ നിന്നെ തന്നെ എനിക്ക് നൽകിയതാണ്. അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ ദേഷ്യത്തോടെ അവളുടെ പ്രകാശത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് നിക്കയെ ആക്രമിക്കുന്നു. അത് കണ്ട് സാങ്സങ്ങിന് ഒരുപാട് വിഷമമാകുന്നുണ്ട്. നിക്ക് ആകട്ടെ ഒരുപാട് വേദനകൾ സഹിച്ചുകൊണ്ട് ആ മുദ്രാവാക്യം പറയുന്നു എൻ്റെ കയ്യിൽ 2 വാളുകളുണ്ട് സാങ്സങ്ങിനെ അവളുടെ ഉറക്കത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി. കരഞ്ഞുകൊണ്ട് സാങ്സങ്ങും അത് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായി കാണിക്കുന്നു. എന്നാൽ ഹെവൻലി ഗോഡ് അത് നിർത്താൻ തയ്യാറായില്ല. കൂടുതൽ ശക്തി പ്രയോഗിച്ചുകൊണ്ട് അവൾ പറയുകയാണ് ഒരു നേറ്റൽ ഓബ്ജക്റ്റിനും അതിൻ്റെ മാസ്റ്ററിനോട് നോ പറയാൻ സാധിക്കില്ല. അക്കാദമിയുടെ പ്ലാനും അത് തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഹെവൻലി ഗോഡിൻ്റെ മകളാണ്. എൻ്റെ മൈൻഡ് ആർക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതിനുശേഷം അവളുടെ ശക്തി ഉപയോഗിച്ച് ഒരുപാട് ആഴത്തിലുള്ള മുറിവുകളും നിക്കയുടെ ശരീരത്തിൽ വീഴ്ത്തുന്നു. ഒരുപാട് ചോരയാണ് നിക്കയുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിക്ക എന്നിട്ടും പറയുകയാണ് നീ എന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കിയാൽ പോലും നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞാൻ മറക്കില്ല. അത് ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം നിക്കയ്ക്ക് വേണ്ടി വസ്ത്രങ്ങൾ അലക്കി കൊടുത്തതും കുക്ക് ചെയ്ത് കൊടുത്തതും അവൻ്റെ മുടി ചീവി കൊടുത്തതും ഒക്കെ നിക്ക ഉച്ചത്തിൽ പറയുന്നു. അത് കേട്ട് ദേഷ്യമാകുന്ന ഹെവൻലി ഗോഡിൻ്റെ മകൾ ദേഷ്യത്തോടെ അവനെ എടുത്ത് എറിയുന്നു. അവൻ വീഴുന്ന സ്ഥലത്ത് അവൻ്റെ ചോരയുടെ ഒരു പുഴ തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ടും എത്തിവലഞ്ഞ് അവൻ ഹെവൻലി ഗോഡിൻ്റെ മകളുടെ അടുത്തേക്ക് വരുന്നതായി കാണിക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈ സീസണിൽ 2 എപ്പിസോഡുകളാണ് ഉള്ളത്. അതോടെ എവർനൈറ്റ് എന്ന സീരീസ് കഴിയും. ആ 2 സീരീസിലും കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ അത് പറഞ്ഞു തീർക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മളോട് തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.